നമസ്കാരം. T20 ലോകകപ്പിലെ സൂപ്പർ പോരാട്ടത്തിൽ നിർണായക മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചത് ടീം കോമ്പിനേഷനിൽ നിർണായകമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടായിരുന്നു. മലയാളി താരം സഞ്ജു സാംസൺ ഓപ്പണർ റോളിൽ തിരിച്ചെത്തിയതോടെ ടീമിന്റെ കോമ്പിനേഷൻ മെച്ചപ്പെട്ടതിനൊപ്പം ഫോം ഔട്ടായിരുന്ന അഭിഷേക് ശർമ്മയും ശക്തമായി തിരിച്ചെത്തിക്കാനും സാധിച്ചു. അഭിഷേകിന്റെ സമ്മർദ്ദം കുറച്ചത് സഞ്ജുവിന്റെ അനായാസമായ ബാറ്റിംഗ് ആയിരുന്നു. 24 റൺസ് എടുത്താണ് സഞ്ജു സാംസൺ പുറത്തായതെങ്കിലും ഈ റൺസാണ് ഇന്ത്യക്ക് മിന്നുന്ന തുടക്കം നൽകിയതെന്നാണ് ക്രിക്കറ്റ് വിദഗ്ധർ പറയുന്നത്. 15 ബോളിൽ 2 കൂറ്റൻ സിക്സറും 1 4ഉം ഉൾപ്പെട്ടതാണ് മലയാളി താരത്തിന്റെ ഇന്നിംഗ്സ്. ഒരിക്കൽ കൂടി സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ സഖ്യം ഇന്ത്യക്കായി അങ്ങനെ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തു. ഈ T20 ലോകകപ്പിലെ ഏറ്റവും മികച്ച ബാറ്റിംഗ് പ്രകടനം ഇന്ത്യ സിംബാബ്വെക്കെതിരെ പുറത്തെടുത്തപ്പോൾ അതിന് തുടക്കമിട്ടത് സഞ്ജു സാംസൺ ആയിരുന്നു. താരം മികവോടെ തുടങ്ങിയപ്പോൾ ഈ ലോകകപ്പിൽ ആദ്യമായി അഭിഷേകും ഫോമിലേക്ക് വന്നു. അഭിഷേകുമൊത്തുള്ള ഓപ്പണിംഗ് താൻ ശരിക്കും ആസ്വദിക്കാറുണ്ടെന്നാണ് സഞ്ജു സാംസൺ പറയുന്നത്. കരുതലോടെ തുടങ്ങിയ അഭിഷേക് ശർമ്മയുടെ സമ്മർദ്ദം കുറയ്ക്കാനും സഞ്ജുവിന്റെ ബാറ്റിംഗിനായി 4-ാം ഓവറിൽ ബ്ലെസിംഗ് മുസർബാനി എറിഞ്ഞ ഓഫ് കട്ടർ ബോളിൽ സ്ലോഗിന് ശ്രമിച്ച സഞ്ജുവിനെ പിഴയ്ക്കായിരുന്നു. സ്ലോഗ് പുൾ കൃത്യമായി ടൈം ചെയ്യാൻ കഴിയാതിരുന്നതോടെ ഡീപ് വിക്കറ്റിൽ റയാൻ ബോൾ കയ്യിലൊതുക്കി. 15 പന്തിൽ 24 റൺസ് എടുത്തതോടെ തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കി അങ്ങനെ സഞ്ജു മടങ്ങി. സഞ്ജു ഔട്ടായപ്പോൾ കമന്ററിയിലുണ്ടായിരുന്ന രവി ശാസ്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇതിൽ അദ്ദേഹം നിരാശനായിരിക്കാം, പക്ഷേ ശാസ്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന സുനിൽ ഗവാസ്കർ കൂടുതൽ വിശദമായ വിലയിരുത്തലായിരുന്നു നടത്തിയത്. അദ്ദേഹം നിരാശനായിരിക്കാം, കാരണം ആ മേഖലയിൽ അദ്ദേഹം ഒരുപാട് തവണ പുറത്തായിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന തന്ത്രമാണ് ഷോർട്ട് ബോൾ എറിയുക, ഡീപ് സ്ക്വയർ ലെഗിൽ ഫീൽഡറെ നിർത്തുക. പിന്നെ മുസ്രബാനിയുടെ ഉയരം കാരണം പന്ത് കുറച്ചുകൂടി ബൗൺസ് ചെയ്തു. അതുകൊണ്ടാണ് പന്ത് ബാറ്റിന്റെ മധ്യഭാഗത്ത് കൃത്യമായി കൊള്ളാതിരുന്നത്. അങ്ങനെ അദ്ദേഹം 15 പന്തിൽ 24 റൺസുമായി മികച്ച തുടക്കം നേടിയിട്ടും വീണ്ടും ഡീപ്പ് ഏരിയയിൽ ക്യാച്ച് നൽകി പുറത്തായി. ഇന്ത്യക്ക് 48 റൺസിൽ ആദ്യ വിക്കറ്റ് നഷ്ടമായി എന്നായിരുന്നു ഗവാസ്കറിന്റെ വാക്കുകൾ. സഞ്ജു ടീമിന് വേണ്ടിയുള്ള ഒരു ഇന്നിംഗ്സാണ് കളിച്ചതെന്നായിരുന്നു മുൻ ഇന്ത്യൻ താരം ഇർഫാൻ പഠാൻ അഭിപ്രായപ്പെട്ടത്. ഈ ലോകകപ്പിൽ ഇന്ത്യയുടെ 1-ാം വിക്കറ്റ് ശരാശരി 7 ആണ്, ബാക്കി എല്ലാ ടീമുകളെക്കാളും കുറവ്. ഇന്ന് സഞ്ജു സാംസൺ ടീമിന് ആവശ്യമായ രീതിയിൽ കൃത്യമായി കളിച്ചു. ഈ ലോകകപ്പിലെ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന ഓപ്പണിംഗ് കൂട്ടുകെട്ട് സൃഷ്ടിക്കാനും സഹായിച്ചു. അദ്ദേഹം തന്റെ ജോലി കൃത്യമായി നിർവഹിച്ചു എന്നായിരുന്നു ഇർഫാൻ പഠാൻ എക്സിൽ കുറിച്ചത്. പതിപോലെ നല്ല തുടക്കം കിട്ടിയിട്ടും നീണ്ട ഇന്നിംഗ്സ് കളിക്കാനായിട്ടില്ലെങ്കിലും ഔട്ടായി ഡഗൌട്ടിൽ തിരിച്ചെത്തിയ സഞ്ജുവിനെ കോച്ച് ഗൗതം ഗംഭീർ ഉൾപ്പെടെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. അഭിഷേകിന്റെ ഗംഭീര തിരിച്ചുവരവിന് പിന്നിൽ സഞ്ജുവിന്റെ ക്രീസിലെ മോട്ടിവേഷൻ കൂടിയുണ്ട്. ബാറ്റിംഗിനിടെ അഭിഷേകിന് ഉപദേശം നൽകിയിട്ടുണ്ടെന്ന് സഞ്ജു വ്യക്തമാക്കിയിരുന്നു. ഞങ്ങൾ പരസ്പര പൂരകമായിട്ടാണ് ബാറ്റ് ചെയ്യുന്നത്. അവൻ വിക്കറ്റിനെ കുറിച്ച് എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ അപ്പോൾ പ്രത്യേകിച്ചൊരു ഉപദേശമൊന്നും കൊടുക്കാറില്ല. പന്ത് നോക്കി അടിച്ചു കളിക്കാനാണ് പറയാറുള്ളത്. അഭിഷേകുമൊത്തുള്ള ബാറ്റിംഗ് ശരിക്കും ആസ്വദിക്കുകയാണ്. സിംബാബ്വെക്കെതിരെ ഞങ്ങൾക്ക് മികച്ച തുടക്കം നൽകാൻ സാധിച്ചു. അതിൽ സന്തോഷമുണ്ടെന്നും സഞ്ജു വ്യക്തമാക്കിയിരുന്നു. ഈ ലോകകപ്പിൽ ഇതാദ്യമായിട്ടാണ് ഇന്ത്യൻ ഓപ്പണിംഗ് ക്ലച്ച് പിടിച്ചത്. മിന്നൻ തുടക്കം ഇരുവരും ചേർന്ന് നൽകിയതോടെ പിന്നീട് എത്തിയവർക്കെല്ലാം ആത്മവിശ്വാസത്തോടെ ബാറ്റ് വീശാൻ അത് കരുത്തു പകർന്നു. ഇരുവരും ചേർന്ന് 4 ഓവറിനുള്ളിൽ തന്നെ സ്കോർ 48-ൽ എത്തിച്ചാണ് പിരിഞ്ഞത്. സഞ്ജു 15 പന്തിൽ 24 റൺസും അഭിഷേക് 30 പന്തിൽ 55 റൺസും സ്വന്തമാക്കി. മത്സരത്തിൽ ഇന്ത്യ T20 ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച 2ാമത്തെ ടീം ടോട്ടൽ പടുത്തുയർത്തി. 20 ഓവറിൽ 256 റൺസ് ഇന്ത്യയുടെ T20 ലോകകപ്പിലെ ഉയർന്ന സ്കോർ കൂടിയാണ്.